ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കട്ട തൈര് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് തൈര് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് കവർ പാൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പാലുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അരിച്ചതിന് ശേഷമാണ് ഞാൻ നമ്മൾ പാല് കാച്ചുന്നതിന് വേണ്ടി ഒരു സ്റ്റീൽ ചരുവത്തിലാണ് ഞാനിവിടെ കാച്ചുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് പാലടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പാല് കാച്ചുന്ന സമയത്ത്, അതായത് നമ്മൾ പാല് ഉറയൊഴിക്കുന്നതിന് വേണ്ടി കാച്ചുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് നന്നായിട്ട് ഇളക്കുകയാണെങ്കിൽ ഈ പാടയൊന്നും കെട്ടാതിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പാല് കാച്ചുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ തവി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ തവി ഇങ്ങനെ ഏത് പാത്രത്തിലാണോ നമ്മൾ പാല് കാച്ചുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ പാല് തിളച്ച് തൂകിപ്പോകാതിരിക്കുന്നതിന് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതൊരു ചെറിയൊരു ടിപ്പ് മാത്രമാണ് കേട്ടോ. നമ്മൾ പാൽ ഉറയൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് കാച്ചുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് തന്നെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കണം. പാലിലെ ആ വെള്ളം ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയം വരെ നന്നായിട്ട് ഇളക്കി പാല് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിതുപോലെ പാലിളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത് പെട്ടെന്ന് പാട കെട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് പാല് വെന്ത് വന്നിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു തവി വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പാല് തിളച്ച് തൂകത്തില്ല. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇതുപോലെ തവി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാല് തിളച്ച് തൂകത്തില്ല. ഈ കാണുന്നത് പോലെ വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, പാല് ഒട്ടും തിളച്ച് താഴേക്ക് പോയിട്ടില്ല. ഈ തവി വെച്ചിരിക്കുന്ന ആ ഒരു പൊക്കം വരെ വന്ന് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് പിന്നെ അതങ്ങ് പതിയെ താന്നു പൊക്കോളും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പാല് തിളപ്പിക്കേണ്ടത്. അതായത് ഈ തവി വെച്ച് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാല് തിളച്ച് തൂകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ പാലൊക്കെ നന്നായിട്ട് വെന്ത് വന്നത് കാരണം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഉറയൊഴിക്കാനായിട്ട്. പാലൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വിരലിട്ട് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടോട് കൂടി തന്നെ പാൽ ഉറയൊഴിക്കാം. ഒരുപാടങ്ങ് തണുത്ത് പോകണ്ട. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് ബൗളിലാണ് പാൽ ഉറയൊഴിക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ പാലിലെ പാടയൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ പാൽ ഒന്ന് അരിച്ചാണ് ഉറയൊഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉറയൊഴിച്ച് കൊടുക്കാം. അതായത് തലേ ദിവസത്തെ തൈര് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല കട്ട തൈര് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടിപ്പാണ്. നല്ല കട്ട തൈര് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. വൈകുന്നേരമാണ് ഞാൻ ഈ പാൽ ഉറയൊഴിക്കാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. രാവിലെ ആയപ്പോഴേക്കും തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തൈരൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് എടുത്ത് കാണിക്കാം. നമ്മുടെ തൈര് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല കട്ട തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല കട്ടയ്ക്കാണ് നമുക്ക് തൈര് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നല്ല കട്ട തൈരാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കും വീട്ടിൽ തന്നെ നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ പാൽ കൊണ്ട് നമ്മൾ ഇത്രയും തൈരാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.